അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു, ജോലി സംബന്ധമായിട്ടും അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കൊൽക്കത്തയിലെ വിക്ടോറിയ മെമ്മോറിയൽ പാലസിലായിട്ടുള്ളത്. അതാകെ നേരെ കാണുന്നതാണ് കൊൽക്കത്ത പാലസ്. അതുകൂടാതെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് വിക്ടോറിയ മെമ്മോറിയൽ പാലസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ തപ്പിയിട്ട് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനമായ പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലുള്ള ഒരു മാർബിൾ നിർമ്മിത സ്മാരക മന്ദിരമാണ് വിക്ടോറിയ മെമ്മോറിയൽ. 1906, 1921 കാലഘട്ടത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നത്. വിക്ടോറിയ രാജ്ഞിയുടെ സ്മരണാർത്ഥം നിർമ്മിച്ചിരിക്കുന്ന ഈ സ്മാരകം ഇപ്പോൾ കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു മ്യൂസിയവുമാണ്. അതോടുകൂടി ഒരു ടൂറിസ്റ്റ് കേന്ദ്രവും കൂടിയാണ്. ജവഹർലാൽ നെഹ്റു റോഡിനടുത്തായി ഹുഗ്ലി നദിക്കരയിലുള്ള ഒരു മൈതാനത്തിലാണ് ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് അതിനെക്കുറിച്ചുള്ളത്. പിന്നെ കൂടാതെ തന്നെ നമുക്കൊരൊറ്റ ഷോട്ട്, ഒറ്റ ഇതിൽ ക്യാമറയിലായിട്ട് നമുക്ക് പെട്ടെന്ന് ഈ പാലസ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, കാരണം അത്രയ്ക്ക് നീളമുണ്ട്. പിന്നെ കൂടാതെ തന്നെ നമ്മുടെ താജ്മഹലിന് ഒരു ലുക്കൊക്കെ ഉണ്ട്. പക്ഷെ ലോകാത്ഭുതങ്ങളില്ലെങ്കിലും ഇത് കൊൽക്കത്തയിലെ ഒരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് എത്ര വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇത് ശരിയായില്ല എന്നൊരു ചിന്ത ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കുറച്ച് കൂടുതലായിട്ട് വീഡിയോസ് എടുത്ത്, കാരണം ഏത് ആംഗിളിലായിരിക്കും ഇത് മൊത്തമായിട്ട് കാണാൻ പറ്റുക എന്നൊരു ചിന്തയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ മ്യൂസിയം എവിടെ ചോദിച്ചപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ മ്യൂസിയം ഉള്ളത്, അല്ല വേറെ അപ്പുറത്തായിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് മ്യൂസിയം ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഒരു ചേട്ടനോട് ചോദിച്ചു ഏതാ എൻട്രി എങ്ങനെയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ പുറകു വശത്തു കൂടെയാണ് എൻട്രി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ പുറകു വശത്തേക്ക് നടക്കാൻ തുടങ്ങി. പിന്നെ എല്ലാ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് വശമാണെന്ന് അവർ പറഞ്ഞു കേട്ടോ, കാരണം ഫ്രണ്ട് വശത്തു നിന്നാണ് എൻട്രി. പക്ഷെ ഞങ്ങൾ കയറിയ സ്ഥലം ബാക്കായി പോയി, ഞങ്ങളൊരു തെറ്റാണ്. അപ്പോൾ ഞങ്ങൾ നടത്തം തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ഓരോ വശത്തു കൂടി നമുക്ക് നോക്കുമ്പോൾ എല്ലാം അതിൻ്റെ ഫ്രണ്ട് വശം എന്നേ നമുക്ക് തോന്നുള്ളൂ. കാരണം അങ്ങനത്തെ ഒരു സ്റ്റൈലിലാണ് ഇതിൻ്റെ നിർമ്മിതി അവർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം നടന്നു. നല്ല കൽപ്പാത കേട്ടോ, നല്ല വെള്ളാരങ്കല്ലും സംഭവങ്ങളൊക്കെ ഇട്ടൊരു പാതയൊക്കെ ഉണ്ട്, അത് കൂടെ നടന്നു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ അവിടെ എത്തി കേട്ടോ, മ്യൂസിയത്തിൻ്റെ എൻട്രിയിലേക്ക് എത്തി. മൺഡേ ഇവിടെ ക്ലോസ് ആയിരിക്കും, കാരണം മൺഡേ ഒരിക്കലും നമ്മുടെ ടൂറിസ്റ്റുകാരെയൊന്നും ഇവിടെ ഉള്ളിൽ കയറാൻ അനുവദിക്കുന്നതല്ല. അപ്പോൾ ഞങ്ങൾ നേരെ ഉള്ളിൽ കയറി. അവിടെ കുറച്ച് ചെറിയൊരു ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. എന്താ നമ്മുടെ ജസ്റ്റ് നോക്കും, അവർ ഒന്ന് സെർച്ച് ചെയ്യും എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ ഉള്ളിലേക്ക്, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ആ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഞാൻ എടുത്തു റൂഫ്. കാരണം നല്ല ഭംഗിയാട്ടോ റൂഫ്. പണ്ടത്തെ എന്തായാലും ബിൽഡിംഗ് മൊത്തം അങ്ങനെ തന്നെ, ഒരു പാലസും കൂടിയാണുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് നടന്നപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് കുറേ ഫോട്ടോസാണ്. അതായത് ഈ പാലസ് ഉണ്ടാക്കുന്ന ഓരോരോ ഘട്ടത്തിലുള്ള ഫോട്ടോസാണ് അവരിവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അത് നല്ല സൂപ്പറായിട്ട് അവർ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടാതെ തന്നെ ഞാൻ കുറച്ചും കൂടി നടന്നപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഈ പാലസിന് ഒന്നും കൂടിയായിട്ട് അവരൊന്ന് എൻലാർജ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഭിത്തിയുടെ മുകളിലും ഇതേപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഓരോരോ കാരണങ്ങളുണ്ട്. ഓരോരോ ഫോട്ടോയ്ക്ക് അതിൻ്റെ താഴെ അവരിത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവർ എന്തിനാണ് ഈ ഫോട്ടോ അതായത് ഇത് ചൂണ്ടിക്കാണിക്കുന്നതൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ എത്തിയത് അവർ പണ്ടത്തെ നമ്മുടെ രാജാക്കന്മാരൊക്കെ ഇടുന്നൊരു ഡ്രസ്സ്, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയിൽ അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. തൊട്ടിപ്പുറത്താകുമ്പോൾ നമ്മുടെ ഡബിൾ ബാരൽ ഗണ്ണൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ആരും ഇതിൻ്റെ മുകളിൽ ഒന്ന് ടച്ച് ചെയ്യാനൊന്നും നോക്കണ്ട, കാരണം അത്രയ്ക്ക് നല്ല ടൈറ്റായ സെക്യൂരിറ്റിയാണ്. നമുക്ക് മുന്നിൽ കാണുന്ന ഇതുണ്ടല്ലോ, അതൊരു വാട്ടർ പെയിൻറ്റിങ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് എത്താം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബാക്കി ചുറ്റുമുള്ള ചെറിയ വാട്ടർ പെയിൻറ്റിങ്ങുകളെ കുറിച്ച് നമുക്ക് കാണാം. കാരണം കുറേ ഉണ്ട് കേട്ടോ വാട്ടർ പെയിൻറ്റിങ്ങുകൾ, കുറേ അവർ ഭിത്തിയിൽ തൂക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വാട്ടർ പെയിൻറ്റിങ് ഇപ്പോൾ ആദ്യം ഞാൻ മുന്നേ കാണിച്ചില്ലേ, ഈ വാട്ടർ പെയിൻറ്റിങ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വാട്ടർ പെയിൻറ്റിങ് കേട്ടോ. എനിക്കും ഇത് അറിഞ്ഞിരുന്നില്ല, അവിടെ താഴെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ചിട്ടാണ് ഞാനും അറിഞ്ഞത്. ആദ്യം ഞാൻ വിചാരിച്ചത് ഒരു മാറ്റോ എന്തോ സംഭവം അങ്ങ് തൂക്കിയിട്ടിരിക്കുക എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. പക്ഷെ അതല്ലായിരുന്നു. എന്തായാലും ഒരു പുതിയ അറിവല്ലത്. അപ്പോൾ അതോടുകൂടി തന്നെ ഞങ്ങൾ വീണ്ടും നടന്നു. കാരണം ഇനിയും ഇതിൽ കുറേ സംഭവങ്ങൾ ഉൾപ്പെടുത്താണ്ട് കേട്ടോ, അത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഓരോ ഇതിനുള്ളിലേക്ക് കയറുമ്പോഴും ഞാൻ അതിൻ്റെ റൂഫ് ഒന്ന് എടുക്കും കേട്ടോ. റൂഫ് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. റൂഫൊക്കെ എടുത്ത് വീണ്ടും ഞങ്ങളൊന്ന് തിരിഞ്ഞപ്പോൾ ഇപ്പുറത്ത് കാണുന്ന നമ്മുടെ പഴയ രാജാക്കന്മാർ യൂസ് ചെയ്തിരുന്ന കുന്തവും വാളും എന്നൊക്കെ അടിപൊളിയായിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ ഞാനൊരു കാര്യം കൂടി പറയാം, ഇതിൽ ഞാൻ കുറച്ചാണ് സാധനം നമ്മുടെ മ്യൂസിയത്തിലുള്ള പഴയ സാധനങ്ങളും സംഭവങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതലൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇനി ഇത് കൂടുതലായിട്ട് കാണാൻ ആഗ്രഹമുള്ളവർ എന്തായാലും ഒന്ന് കൊൽക്കത്തയിൽ
ഒന്ന് വരണം ഉറപ്പായിട്ടും. കാരണം നിങ്ങൾക്ക് ഒരിക്കലും അതൊരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ കൊടുക്കുന്ന ടിക്കറ്റിനുള്ള മൂല്യം അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കൊൽക്കത്തയ്ക്ക് വരികയാണെങ്കിൽ എന്തായാലും ഈ കൊൽക്കത്ത പാലസ് ഒന്ന് സന്ദർശിക്കണം. അപ്പോൾ അതോടുകൂടി തന്നെ എൻ്റെ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.